ചിറയൻകീഴിൽ യുവാവിനെ സുഹൃത്ത് കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതിയെ ഇതുവരെ പിടികൂടാനായില്ല. കൊലയ്ക്ക് പിന്നിൽ മുൻവൈരാഗ്യമെന്ന് പോലീസ് പറയുന്നു. ചിറയൻകീഴ് ആനത്തലവട്ടം സ്വദേശി വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ ജയനായി അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജീഷ്, എന്താണ് വിശദാംശങ്ങൾ? പ്രതിയെക്കുറിച്ച് ഇതുവരെ ഒരു സൂചനയുമില്ലേ? വിദേശത്തുനിന്ന് വന്ന് കുറച്ച് ദിവസമേ ആകുന്നുള്ളൂ വിഷ്ണു എന്ന് മനസ്സിലാക്കുന്നു. കൊലപാതകത്തിലേക്ക്, ആ പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്തൊക്കെയാണ്? സുഹൈലി, ഒന്നാം പ്രതി ജയനായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഊർജിതമായി അന്വേഷിക്കുന്നുവെന്നാണ് ചിറയൻകീഴ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി കിട്ടിയ വിവരം, ഈ ചിറയൻകീഴ് കൊലപാതകമായി ബന്ധപ്പെട്ട് ഈ ഓട്ടോ ജയൻ, അതായത് ഒന്നാം പ്രതി ഓട്ടോ ജയന്റെ കൂട്ടാളി ഇയാളെ ചിറയൻകീഴ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ചിറയൻകീഴ് നൈനാൻകോണം സ്വദേശി ജിജുവിനെയാണ് പിടികൂടിയത് പോലീസ്. ഇയാൾ രണ്ടാം പ്രതിയാണ്. കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്ന സമയത്ത്, ഈ വിഷ്ണുവിനെ ആക്രമിക്കുന്ന സമയത്ത് ഈ ജയനൊപ്പം ഈ ജിജുവും ഉണ്ടായിരുന്നു. ഇന്നലെ ഈ വൈകിട്ട് 6 മണിയോടെയാണ് ആനത്തലവട്ടത്ത് ഈ പുഴമീൻ വാങ്ങാൻ എത്തിയ വിഷ്ണുവും ഒപ്പം തന്നെ ഈ ജയനും അതേപോലെ ജിജുവും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുന്നത്. അസഭ്യം വിളിച്ച് പിന്നീട് അത് ചോദ്യം ചെയ്തപ്പോൾ ഇവർ കയ്യിലിരുന്ന കത്തിയെടുത്ത് വിഷ്ണുവിനെ കൊത്തുകയായിരുന്നു. ഈ വിഷ്ണു 5 മാസം മുൻപാണ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത്. ഈ ഓട്ടോ ജയനും വിഷ്ണുവുമായി നേരത്തെ സൗഹൃദത്തിലായിരുന്നു. പിന്നീട് ചില വ്യക്തിപരമായ തർക്കം കൊണ്ടാണ് ഇവർ തമ്മിൽ തെറ്റിയത്. പിന്നീട് ഇവർ തമ്മിൽ വലിയ ശത്രുതയിലായി. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിലേക്ക് നയിച്ചത്. ശരി, പറഞ്ഞു തീർക്കാനാകുന്ന പ്രശ്നങ്ങളെ പലപ്പോഴും ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇത്തവണ അത് കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏറെക്കാലം സുഹൃത്തായിരുന്ന യുവാവിനെ പഴയ സുഹൃത്ത് നിഷ്ഠൂരം കുത്തിക്കൊന്നിരിക്കുന്നു. പ്രതി ഇപ്പോഴും പുറത്ത്.